പ്രസവരക്ഷ അല്ലെങ്കിൽ പോസ്റ്റ്നേറ്റൽ കെയർ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുള്ള ഒരു ടേമാണ്. പക്ഷെ അതെന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാമോ എന്ന് ഒരു ആയുർവേദ ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പലരും പലതരത്തിലാണ് അത് വ്യാഖ്യാനിക്കാറ്. നമ്മൾ പലതരത്തിലുള്ള സ്ത്രീകളുണ്ട്, അവരനുഭവിച്ച പല പല കാര്യങ്ങളുണ്ട്. ഒരു ഗർഭിണിയാവുക എന്നുള്ളത് ഓരോ സ്ത്രീയുടെയും സ്വപ്നമാണ്. പക്ഷെ പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാവാം ചിലർ ഗർഭിണിയായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലർ നാച്ചുറൽ കൺസെപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഗർഭകാലം എന്നത് പല സ്ത്രീകളുടെയും പലതാണ്. ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഹൈപ്പർ എമിഡസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാം. അതേപോലെ തന്നെ ചിലർക്ക് ബാക്ക് പെയിൻ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അതനുസരിച്ചാണ് അവരുടെ ഗർഭകാലം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു പരിസമാപ്തി എന്ന് നമ്മൾ കരുതുന്നതാണ് പ്രസവം. ഇത്തരത്തിലുള്ള പല പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന സ്ത്രീ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള കാലത്തെ കാണുന്നത്. പക്ഷെ അവിടെ കാത്തിരിക്കുന്നത് നേരെ തിരിച്ചാണ്. കാരണം ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ കുഞ്ഞിനാണ് നമ്മൾ പലരും പ്രാധാന്യം കൊടുക്കുന്നത്. കുഞ്ഞിന്റെ ഒരു റുട്ടീൻ അനുസരിച്ച് അമ്മയുടെ റുട്ടീൻ മാറുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് മര്യാദയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല, ഭക്ഷണം ശരിയാകുന്നില്ല, ഈ പ്രസവത്തിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതും. ഇവിടെയാണ് പ്രസവരക്ഷയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. പ്രസവരക്ഷയിൽ നമ്മൾ ന്യൂ മോംസിനും ന്യൂ ബോൺ ബേബീസിനും നമ്മൾ ഒരുപോലെ ഒരു കെയർ കൊടുക്കുകയാണ്. അവരുടെ കണ്ടീഷൻ അനുസരിച്ച്, ആ അമ്മയുടെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ അവർക്ക് ശാരീരികമായി ഇനിയും അസ്വസ്ഥതകൾ ഉണ്ടാകാം, ഇതുപോലെയുള്ള ബാക്ക് പെയിൻ മുതലായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ദഹന സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടാവാം, ഹെമറോയിഡ്സ് വരെ ഉള്ള കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ശാരീരിക പ്രകൃതി അനുസരിച്ചും ശാരീരിക അവസ്ഥ അനുസരിച്ചുമാണ് നമ്മൾ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ്സ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു പ്രത്യേക സമയം അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്, ഒരു കെയറിന് വേണ്ടി. അപ്പൊ അവർ ശാരീരികമായും മാനസികമായും നമ്മൾ കെയർ കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരെയുള്ള കണ്ടീഷൻസ് വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും.